പിറ്റേന്ന് വെളിച്ചം ജനലഴികിലൂടെ അകത്തേക്ക് അരിച്ചെത്തിയപ്പോഴാണ് മാളവിക കണ്ണു തുറന്നത്. ശരീരമാകെ ഒന്ന് മരവിച്ചതുപോലെ. താൻ ഇപ്പോഴും ആ പഴയ സോഫയിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് ബോധ്യമായപ്പോൾ അവൾക്ക് പെട്ടെന്ന് തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ എണീറ്റു. ഇന്നലെ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നിയെങ്കിലും ഇന്ന് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ യാഥാർത്ഥ്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. തനിക്ക് വേണ്ട ചായയും പ്രഭാത ഭക്ഷണവും അവൾ തന്നെ തയ്യാറാക്കി. കുളി കഴിഞ്ഞ് അലമാര തുറന്നപ്പോൾ അവളുടെ കണ്ണുകൾ ആ പർപ്പിൾ നിറത്തിലുള്ള ഗൗണിലുടക്കി. ഇന്ന് കുറച്ച് കോൺഫിഡൻസ് അത്യാവശ്യമാണെന്ന് കരുതി അവൾ ആ വസ്ത്രം തിരഞ്ഞെടുത്തു. കണ്ണുകൾ കറുപ്പിച്ചു എഴുതി. കയ്യിൽ വാച്ചും കെട്ടി കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ അവളിലെ പഴയ മാളിക തിരിച്ചു വന്നതുപോലെ തോന്നി അവൾക്ക്. ഞാൻ ഇറങ്ങുകയാണ് അച്ഛ. അച്ഛനോട് യാത്ര പറഞ്ഞ് അവൾ വാതിൽക്കലെത്തിയപ്പോഴാണ് അമ്മയുടെ ശകാരം കേട്ടത്. രണ്ടും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെന്താ മാളവിക, നിനക്ക് ചേച്ചിയോടൊപ്പം ഇറങ്ങിയാൽ അവൾക്ക് നിന്നെ സ്കൂട്ടിയിൽ കൊണ്ടുപോയിക്കൂടെ? അമ്മയുടെ ചോദ്യത്തിന് പതിവ് നീരസമുണ്ടായിരുന്നു അപ്പോഴും. മാളവിക ഒന്നും മറുപടി പറഞ്ഞില്ല. ചേച്ചിയോടൊപ്പം ആ സ്കൂട്ടിയിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ ബസ് യാത്രയായിരുന്നു അവൾക്ക് താല്പര്യം. അവൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഭാഗ്യത്തിന് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഒരു ബസ് പാഞ്ഞെത്തി. തിരക്കിനിടയിൽ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ അവളുടെ മനസ്സ് ആ ഓഫീസിലെ മുരടനെ എങ്ങനെ നേരിടും എന്ന ആലോചനയായിരുന്നു. ഓഫീസിന് മുന്നിൽ ബസ് ഇറങ്ങുമ്പോൾ മാളവികയുടെ ഉള്ളിൽ ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പർപ്പിൾ ഗൗണിൽ തലയുയർത്തിപ്പിടിച്ച് അവൾ വലിയ ഓഫീസിന്റെ പടികൾ കയറി. എൻ്റെ ദേവി, ഇന്നും ആ 10 വർഷത്തെ പഴയ ഫയലുകൾ പൊടി തട്ടിയെടുത്ത് ആ രാക്ഷസൻ എൻ്റെ നേരെ എറിയുമോ? അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ക്യാബിനിൽ കയറി. ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ഫയൽ അവളുടെ ടേബിളിലേക്ക് ആഞ്ഞു തട്ടി. മാളവിക, നീ ഇത് എന്ത് തേങ്ങയാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ 10 വർഷത്തെ കണക്കിൽ 2017 ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? അഗ്നി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. മാളവിക ഞെട്ടിപ്പോയി. വേഗം ഹിയറിംഗ് എയ്ഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. സർ, അത് ആ 3ാമത്തെ ഫയലിൽ ഗ്രീൻ ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ എല്ലാം ശരിയാക്കി എഴുതിയിട്ടുള്ളതാണ്. അഗ്നി ഒരു പുച്ഛത്തോടെ, ഓ, വൈകുന്നേരം വരെയോ? എന്നിട്ടെവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ കേൾവിക്കുറവ് പോലെ തന്നെ നിനക്ക് കാഴ്ചക്കുറവും തുടങ്ങിയോ? ഈ ഫയലിൽ അതൊന്നുമില്ല. മാളവിക വിഷമത്തോടെ, സർ, ഞാനത് കൃത്യമായി വെച്ചതാണ് സർ, ഒന്നുകൂടി നോക്കിയാൽ മതി. അഗ്നി അവളുടെ അടുത്തേക്ക് ആഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ആ പ്രോജക്റ്റ് നീ ഒറ്റ ഒരുത്തി കാരണമാണ് നഷ്ടപ്പെട്ടത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. ഈ ഫയലുകളെല്ലാം നീ ഇപ്പോൾ തന്നെ താഴത്തെ ഗോഡൗണിൽ പോയി കൊണ്ടിടണം. എന്നിട്ട് അവിടുത്തെ പഴയ ലെഡ്ജർ ബുക്കുകളെല്ലാം പൊടി തട്ടിയെടുത്ത് ഇതിലേക്ക് വീണ്ടും ഒന്ന് ഒത്തു നോക്കണം നീ. മാളവിക കണ്ണു നിറച്ചുകൊണ്ട് അവനോടായി. സാർ, അവിടെ ഭയങ്കര പൊടിയാണ്. എനിക്ക് അലർജി പ്രശ്നമുള്ളതാ. പിന്നെ ഈ മെഷീൻ അവിടെ ഇരുന്നാൽ ഭയങ്കരമായി BP എടുക്കും. എനിക്ക് തലവേദന വരും സാർ. അഗ്നിയുള്ളിൽ ഒരു പിടച്ചിൽ തോന്നിയെങ്കിലും മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് അവളോടായി പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. എൻ്റെ പൈസ പോയപ്പോൾ എനിക്കുണ്ടായ തലവേദന നീ അറിഞ്ഞോ? ഇല്ലല്ലോ. മര്യാദക്ക് ആ ഫയലുകൾ കൊണ്ട് താഴെ പോയിരുന്നു. ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടി വന്നേക്കണം. പറഞ്ഞത് കേട്ടല്ലോ? മാളവിക പതിഞ്ഞ ശബ്ദത്തിൽ, കേട്ടു സർ. അവൾ ആ ഭാരമുള്ള ഫയലുകൾ നടന്നു നീങ്ങുമ്പോൾ അഗ്നി അവളുടെ ഹിയറിംഗ് എയ്ഡിനെ ആ ചുവന്ന ലൈറ്റ് ശ്രദ്ധിച്ചു. ബാറ്ററി തീരാറായിട്ടുണ്ട്. അവൻ അറിയാതെ ഒന്ന് തളർന്നു. അഗ്നിയുടെ മനസ്സിൽ, നീ എന്നെ വെറുക്കണം മാളവിക. പക്ഷെ നിന്റെ ഈ കണ്ണുനീർ കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെക്കുന്നത് പോലെയാ. എങ്കിലും നിന്നെ ഇങ്ങനെ അടുത്തു നിർത്താൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. അഗ്നി ഉടനെ തൻ്റെ ഫോണെടുത്ത് വിവേകിന് മെസ്സേജ് അയക്കുന്നു. അഗ്നി, എടോ, താഴെ ഗോഡനിൽ ഉടനെ ഒരു എയർ പ്യൂരിഫൈ എത്തിക്ക്. പിന്നെ അവൾ കുടിക്കാൻ നല്ല ചൂട് കാപ്പിയും കൊടുക്കണം. ഞാൻ ഏൽപ്പിച്ച പുതിയ ഹിയറിംഗ് എയ്ഡ് വന്നെങ്കിൽ അതും എൻ്റെ ടേബിളിൽ വെച്ചേക്ക്. അവൾ അറിയരുത് ഞാൻ പറഞ്ഞതാണെന്നതൊന്നും. മാളവിക ആ ഭാരമുള്ള ഫയലുകളുമായി ഗോഡൗണിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആര്യ നോക്കി നിൽക്കുന്നത്. അവൻ നേരെ അഗ്നിയുടെ ക്യാബിനിലേക്ക് കയറി. അഗ്നി, നീ എന്താ കാണിക്കുന്നത്? ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ഫയൽ ചുമപ്പിക്കാൻ അവൾ നിന്റെ ഓഫീസിലെ പ്യൂണൊന്നുമല്ല. അവൾ നിന്റെ PA ആണ്. ആര്യ തൻ്റെ സ്വാതന്ത്ര്യത്തോടെ അവനോടായി പറഞ്ഞു. അഗ്നി ഗൗരവത്തിൽ ഫയലിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ എൻ്റെ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആര്യ. നീ എന്നെ അത് പഠിപ്പിക്കേണ്ട. ആര്യ, ഇല്ല, നിനക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. 10 വർഷത്തെ ഫയലുകൾ ഒത്തുനോക്കാനും പൊടി പിടിച്ച് ഗോഡൗണിൽ പോയിരിക്കാനും പറയുന്നതാണോ ഒരു PAയുടെ ജോലി?
നിനക്കവളോട് എന്തോ കടുത്ത ദേഷ്യമുണ്ട്. അത് പക വീട്ടാൻ നീ അവളെ ഉപയോഗിക്കുന്നതാണ്. പാവം, അവൾക്ക് ചെവിയുടെ പ്രശ്നമുള്ള കാര്യം പോലും നീ നോക്കുന്നില്ലല്ലോ. അഗ്നി അഗ്നി പെട്ടെന്ന് തലയുയർത്തിക്കൊണ്ട്, ദേഷ്യമല്ല ആര്യ, അത് എൻ്റെ അവകാശമാണ്. അവൾ കാരണം എനിക്കുണ്ടായ നഷ്ടം നിനക്കറിയില്ല. ആ പ്രോജക്റ്റ് പോയത് അവൾ കാരണമാണ്. ആര്യ, ശരി, അതിന് അവളെ ജോലിയിൽ നിന്ന് മാറ്റാമായിരുന്നില്ലേ നിനക്ക്? പകരം നീ അവളെ നിന്റെ കൂടെ തന്നെ നിർത്തി പീഡിപ്പിക്കുകയാണ്. നീ കാണിക്കുന്നത് വെറും വാശിയാണ് അഗ്നി. ഇതൊരു PA ചെയ്യേണ്ട കാര്യമില്ലെന്ന് നിനക്കും അറിയാം. അഗ്നി തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവണം ആര്യ. അവൾക്ക് ഈ ജോലി ആവശ്യവുമാണ്. എനിക്കവളും. പക്ഷെ അത് സ്നേഹം കൊണ്ടല്ല. അവൾ ചെയ്ത തെറ്റിന് അവൾ ഓരോ നിമിഷവും ഇവിടെ നിന്ന് ഉരുകണം. ആര്യ, നീ പുറത്ത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിന്റെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു നീ അവളെ കഷ്ടപ്പെടുത്തുകയാണോ അതോ നിന്റെ കൂടെ നിർത്താൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണോ? അഗ്നി ദേഷ്യത്തോടെ, ആര്യ, നീ അധികം ചിന്തിക്കേണ്ട. നീ നിന്റെ പണി നോക്കിപ്പോ. അവൾ ഗോഡൗണിൽ പോയി ഫയൽ എടുക്കട്ടെ. ആര്യ പുറത്തേക്ക് പോകുമ്പോൾ അഗ്നി ഫോണിൽ ഗോഡൗണിൽ സെക്യൂരിറ്റിയെ വിളിക്കുന്നു. അഗ്നി, ഹലോ, ഗോഡൗണിൽ AC ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്. പൊടി ഉണ്ടെങ്കിൽ ഉടനെ ക്ലീൻ ചെയ്തിരിക്കണം. അവൾ അവിടെ ഇരിക്കുമ്പോൾ ലൈറ്റ് ശരിക്കുമുണ്ടെന്ന് ഉറപ്പുവരുത്ത്. അവൾ അറിയരുത് ഞാൻ വിളിച്ച ഒരു കാര്യവും. പൊടി പിടിച്ച ഫയലുകൾക്കിടയിൽ മാളവിക തളർന്നിരിക്കുകയാണ്. അവളുടെ ഹിയറിംഗ് എയ്ഡിൻ്റെ ബാറ്ററി തീർന്ന് പൂർണ്ണമായും ഓഫായിരിക്കുന്നു. ചുറ്റുമുള്ള ഒരു ശബ്ദവും അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ശ്വാസമുട്ടലും ക്ഷീണവും കാരണം അവൾ പതുക്കെ നിലത്തേക്ക് ചെരിഞ്ഞു കിടന്നു. ഏറെ നേരമായിട്ടും മാളവികയെ കാണാത്തത് കൊണ്ട് അഗ്നി ക്യാബിനിൽ ഇരിക്കാൻ പോവാതെ വേവലാതിയോടെ ഗോഡൗണിലേക്ക് ഓടി വരുന്നു. മാളവിക, ഞാൻ പറഞ്ഞ ഫയലുകൾ കിട്ടിയോ? നിന്നോടല്ലേ ചോദിക്കുന്നത്? അഗ്നി വിളിക്കുന്നത് മാളവിക കേൾക്കുന്നില്ല. അവൾ കണ്ണടച്ച് തറയിൽ കിടക്കുന്നുണ്ട്. കണ്ട് അഗ്നിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അഗ്നി അവളുടെ തല മടിയിൽ വെച്ച്, മാളവിക എഴുന്നേൽക്ക്. എന്താ പറ്റിയത് മാളവിക? അവൻ അവളുടെ മുഖത്തേക്ക് തട്ടി വിളിച്ചു. അപ്പോഴാണ് അവളുടെ കാതിന് പിന്നിലെ മെഷീനിൽ ചുവന്ന വെളിച്ചം പോലും ഇല്ലാതെ അത് ഓഫായി കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവളിപ്പോൾ പൂർണ്ണമായും നിശബ്ദതയിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അഗ്നി സ്വയം ശപിച്ചുകൊണ്ട്, ഐ എം സോറി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മാളവിക, കണ്ണു തുറക്കുന്നേ, അവൻ ടെൻഷനോടെ അവളുടെ മുഖത്തേക്ക് പറഞ്ഞു. കാരണം അവളെ കാണുന്ന ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. മാളവിക പതുക്കെ കണ്ണു തുറന്നു. പക്ഷെ അവൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അഗ്നിയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് മാത്രം അവൾ കാണുന്നുണ്ട്. പേടിയോടെ അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു അവനെ ഒന്ന് നോക്കി. അഗ്നി അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആശ്വാസത്തോടെ, പേടിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. മാളവിക ശബ്ദമിടറിക്കൊണ്ട് അവനോടായി പറഞ്ഞു. സർ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മെഷീൻ ചത്തെന്ന് തോന്നുന്നു. ഫയലുകൾ ഞാൻ നോക്കി. പക്ഷേ അഗ്നി അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുടച്ചുകൊണ്ട് പതർച്ചയോടെ പറഞ്ഞു. ഫയലുകളല്ല പ്രധാനം. നീ എഴുന്നേൽക്ക്. നിനക്ക് അലർജി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നീ മാപ്പ് തരണ്ട്. പക്ഷെ എന്നെ ഒന്ന് നോക്കുന്നേ. അഗ്നി അവളെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. മാളവികക്ക് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. മാളവിക അമ്പരപ്പോടെ അവനെ നോക്കിക്കൊണ്ട്, സർ, വേണ്ട, ഞാൻ നടന്നോളാം. അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യമായി ഒരു അധികാര സ്വരത്തിൽ അവൻ വിറയിലൂടെ അവളോടായി പറഞ്ഞു. മിണ്ടാതിരിക്ക്. നിനക്കൊന്നും കേൾക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഈ നോട്ടം നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ഒരു വാക്ക് നീ മിണ്ടരുത്. മനസ്സിലായോടി? അവൻ അവളെയും കൊണ്ട് ഗോഡൗണിന് പുറത്തേക്ക് നടന്നു. അവിടെ നിൽക്കുന്ന ആര്യ ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. ആര്യ അഗ്നിയോടെ, അഗ്നി, എന്തു പറ്റി? അഗ്നി ആര്യയെ നോക്കാതെ, വണ്ടി എടുക്ക് ആര്യ, ഇവളുടെ മെഷീൻ്റെ ബാറ്ററി തീർന്നിട്ടുണ്ട്. കൂടെ ശ്വാസമുട്ടലും. ഹോസ്പിറ്റലിൽ വേഗം എത്തണം. ഇവൾ ബോധം കെടാറുമായിട്ടുണ്ട്.